ഹലോ, ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവന് വേണ്ടി കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ് നിങ്ങളീ കാണുന്നതൊക്കെ. അപ്പം ഞാൻ ഈ അവനെന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു ബഹുമാനക്കുറവുകൊണ്ട് വിളിക്കണമെന്ന് വിചാരിക്കണ്ട. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ 1 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അവനേക്കാളും 1 വയസ്സ് ഇളയതാണ് ഞാൻ. പിന്നെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് എൻ്റെ ഈ ബ്രദർ. പേര് വിജുവാണ്. നീണ്ടകരയാണ് ജോലിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആയിരമാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും കാണാനൊന്നും പറ്റില്ല. ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിലൊക്കെ പോകും. ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് പോയത്. അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ആ ഒരു പക്വതയൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നു അമ്മ മരിച്ചത്. പക്ഷെ അപ്പം തൊട്ട് എൻ്റെ ഒരുപാട് വിഷമങ്ങൾ ആ കുഞ്ഞു പ്രായത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരൻ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് എൻ്റെ ഈ സഹോദരനായിരുന്നു. ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു നിധിയാണെന്നേ ഞാൻ പറയുള്ളൂ ഈ സഹോദരൻ. എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഫുഡൊക്കെ വെച്ച് എൻ്റെ സഹോദരനെ കാണാൻ പോകുന്നത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ വലിയൊരു പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. എൻ്റെ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. അതാണ് ഞാനിങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരൊന്നും വിചാരിക്കരുത്. പിന്നെ അവൻ്റെ എല്ലാ പിറന്നാളും ഞാനിങ്ങനെ നോക്കിയിരിക്കും. എല്ലാ പിറന്നാളിനും പോവും. പക്ഷേ ഫുഡുണ്ടാക്കി കൊണ്ടുപോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞങ്ങൾ കേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് കേക്ക് വാങ്ങിച്ച് ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഹസ്ബൻഡ് അതിന് വേണ്ടി ലീവ് എടുത്ത് കൂടെ ഉണ്ടായിരുന്നു. എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്തു. ഈ ചോറൊക്കെ ഇപ്പോൾ എടുക്കുന്നതെല്ലാം ഹസ്ബൻഡാണ്. അങ്ങനെ ചോറും കറികളും എല്ലാം ആയിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് ഞാൻ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുമായിട്ട് പോവായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 12 മണി സമയത്താണ് ബൈപ്പാസ് റോഡ്, കൊട്ടിയം ബൈപ്പാസ് റോഡാണ് നിങ്ങളീ കാണുന്നത്. കുഞ്ഞ വെയിലൊക്കെ കൊണ്ട് നല്ല ക്ഷീണിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറും എൻ്റെ കുഞ്ഞുമാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഓരോ ബർത്ത്ഡേക്ക് ഞങ്ങളിങ്ങനെ പോകുമ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അടുത്ത വർഷമെങ്കിലും എൻ്റെ സഹോദരനും ഫാമിലിയായിട്ട്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഉള്ളൊരു ഇയർ ആഘോഷിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഉടനെ നടക്കുമായിരിക്കും അല്ലേ?